ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഞങ്ങൾ പോരുകയാണെന്ന്. രാവിലെ ഞങ്ങൾ പോന്ന് എന്താ പറയുക 6:10 കെ എസ് ആർ ടി സി അവിടെ നിന്ന് സ്റ്റാൻഡിൽ നിന്ന്. എന്നിട്ട് ഞങ്ങൾ നേരെ മറയൂർക്ക് വന്ന്. സത്യം പറയാല കാറിന് വന്നിട്ട് ഇത്ര നല്ലൊരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിട്ടില്ല. ടയേർഡാവലാണ്. കാരണം ഒന്നാമത്തെ ഭയങ്കര ടെൻഷനാണ്. പിന്നെ അതുകൂടാണ്ട് ഭയങ്കര ടയേർഡായിരിക്കുള്ളൂ നമ്മൾ കാറിലിങ്ങനെ ഇതായിരുന്നിട്ടുള്ളത്. പക്ഷേ കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സംഭവം കേട്ടോ. നമ്മൾ ഒട്ടും ടയേർഡാവില്ല, ഉറങ്ങി നമ്മൾക്ക് ഇങ്ങോട്ട് പോരാം. അപ്പം ഞങ്ങൾ നേരെ മറയൂർ വന്ന്. ഒരാൾക്ക് കെ എസ് ആർ ടി സിയിൽ മൂന്നാർ വരെ എത്താനുള്ളത് 170 രൂപയുണ്ടാ. അപ്പോൾ ഞങ്ങൾ 2 പേരുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. അപ്പോൾ അവളുടെ ഒരു ഫ്രണ്ട് മറയൂരുണ്ട്. അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ചേച്ചി ഓണസദ്യയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊക്കെ അത് കഴിച്ചും കൊണ്ട് മറയൂരിന്ന് നേരെ. അപ്പം എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എനിക്ക് കാന്തല്ലൂർ കാണുന്നതാണ്. കാന്തല്ലൂർ കാണുക. ഞാൻ പല പ്രാവശ്യം ഞങ്ങൾ വന്നിട്ട് കാന്തല്ലൂർ കാണാതെ തിരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ കാന്തല്ലൂർ കാണാൻ ഒരുപാടുണ്ട്. കാരണം നമ്മുടെ ഫ്രൂട്ട്സുകൾ കുറേ സംഭവങ്ങളുണ്ട്. ബറീസുകൾ, പിന്നെ സബർജിൽ. ഇപ്പം നമ്മളുടെ ഈ സ്റ്റേജ് ചെയ്തോടെ തന്നെ സബർജിൽ ഉണ്ടായി കിടക്കണണ്ട. ഇവിടെയൊക്കെ സബർജിൽ ഉണ്ടായി കിടക്കും കേട്ടോ. അപ്പോൾ സബർജിൽ അങ്ങനെ തോട്ടങ്ങളുണ്ട് ഇവിടെ, സ്ട്രോബെറിയുടെയൊക്കെ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ കാന്തല്ലൂർ കാണണമെന്ന് വിചാരിച്ചിട്ട് വന്നിട്ടുള്ളത്. അപ്പം ഞങ്ങൾക്ക് അവിടെ നിന്ന് ചേച്ചി ഒരു ഓട്ടോക്കാരനെ സംഘടിപ്പിച്ചെന്ന്. ഓട്ടോക്കാരനായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് ആൾ ഞങ്ങൾക്കൊരു സ്റ്റേ ചെയ്യാനുള്ള ഒരു സംഭവം ആളുടെ കെയർ ഓഫിൽ എടുത്തു തന്ന്. ആ സംഭവം നമ്മൾ ഇപ്പോൾ ഇവിടെ വന്ന് കയറിയപ്പോൾ നല്ലൊരു സാധനം, അതായത് നമ്മൾക്ക് ഇഷ്ടപ്പെടും. ഒരു ഹട്ട് പോലെയാണ്. ഇതിൻ്റെ മേളിൽ മഡ് ഹൗസ് ഉണ്ട്. പക്ഷെ നമ്മൾ അതിലോട്ട് പോയില്ല, അത് ഭയങ്കര എക്സ്പെൻസാണ്. 4500 രൂപ. നമുക്കതൊന്നും വേണ്ട, 2 ആളുള്ളൂ. അപ്പോൾ നോക്കി നമ്മുടെ ഹട്ട് ഇതാണ് കേട്ടോ. ഇതാണ് ഹട്ട്. പിന്നെ നിങ്ങൾ നോക്കിയേ, ഇത് ആനത്താരാണ്. ആനകൾ വെള്ളം കുടിക്കാൻ വരുന്നൊരു കുളമുണ്ട് അവിടെ കേട്ടാ. കാണുന്നുണ്ടോ? ഒരു ചെറിയൊരു കുളമുണ്ട്. അപ്പോൾ ഇതിൽ ആ വഴിയെ കൂടെ ആന പാസ് ചെയ്യും. അപ്പോൾ ഭയങ്കര ലക്കിയാണ് ഈ വീട് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. എനിക്ക് ആന ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര പേടിയുമാണ്. പക്ഷെ ഞങ്ങൾ ഇത്ര ഹൈറ്റിലാണ് കണ്ടാ, ഇത്ര ഹൈറ്റിലാണ് ഞങ്ങളുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയുണ്ട് ഈ ഒരു വീട് കിട്ടിയതിന്. അതായത് നാളെ 10 മണിക്ക് നമ്മൾ ഇറങ്ങണം. കാരണം 10 മണിക്ക് നമ്മൾ വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഇവിടെ ഫുള്ള് ചുറ്റിക്കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓരോ ആൾക്കാർ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ മിക്കവാറും ഇങ്ങനെ പോണ സ്ഥലത്ത് ഞാൻ ചെയ്യാറ് ഒരു ഓട്ടോക്കാരനെ അല്ലെങ്കിൽ ഒരു ജീപ്പുകാരനെ ഏൽപ്പിച്ചിട്ട് അവർക്ക് അവർ പറയുന്ന പൈസ കൊടുത്തിട്ട് നമ്മളിങ്ങനെ ചുറ്റിക്കറങ്ങി കംപ്ലീറ്റ് കാണാറാണ്. അപ്പോൾ നമുക്കൊരു വൈകുന്നേരം വരെ കംപ്ലീറ്റ് കാണാം. അവർക്കറിയാത്ത, ഓട്ടോക്കാർക്ക് അറിയാത്ത സ്ഥലങ്ങളുണ്ടാവില്ല, അല്ലെങ്കിൽ ജീപ്പായിരിക്കും അറിയാത്ത സ്ഥലങ്ങളില്ല. പക്ഷേ ഇവിടെ ഭയങ്കര ഓഫ് റോഡാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ജീപ്പായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അത് ഞങ്ങൾ നാളെ തീരുമാനിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യുള്ളൂ. ഇവിടുത്തെ ആൾ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കി ഇവിടുത്തെ വ്യൂ കണ്ട. തണുപ്പായി തുടങ്ങിയിട്ടാ. അപ്പോൾ കുറച്ച് ആൾക്കാർ ഇവിടെ താമസിക്കുന്നുള്ളൂ. ഇപ്പുറത്ത് ഞങ്ങളുടെ തൊട്ട് ഇപ്പുറത്ത് ഒരു കപ്പിൾസ് ഉണ്ട്. അങ്ങനെ അത്രേ ഉള്ളൂ. ഞങ്ങളവരെ കണ്ടിട്ടില്ല. നമ്മുടെ ഇത് റൂം തന്ന ആൾ പറഞ്ഞതാണ്, അതിൻ്റെ ഓണർ. പിന്നെ നമ്മൾക്കിപ്പോൾ ഇവിടെ സബർജിൽ പിന്നെ എന്നിട്ടാണ് ചെറി അങ്ങനെയൊക്കെ എന്തൊക്കെ ഉണ്ട്. അപ്പോൾ അവർ നമ്മളോട് കൊണ്ടുപോകരുത്, ഇത് പറിച്ച് നിങ്ങൾ കഴിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി നടക്കാൻ ഇറങ്ങാൻ പോവാം.